മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നൂറ ഇപ്പോൾ നമ്മുടെ ആദിലേനെ കുറ്റപ്പെടുത്തിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ആതിരയുടെ പ്രവർത്തികൾ അത്തരത്തിലുള്ളതാണ് കേട്ടോ, പ്രത്യേകിച്ച് അനീഷിനോടുള്ളത്. നൂറ ആദിലയോട് പറയുന്നത്, നീ കാണിക്കുന്നതൊക്കെ എന്നെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അനീഷും നീയും എപ്പോഴും അടിയാണ്, അതും ചെറിയ കാര്യങ്ങൾക്ക്. ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം എന്നും ഇത് തന്നെ. നിന്നെ ട്രിഗർ ചെയ്യാൻ ഈസിയാണ്, അതാണ് എപ്പോഴും അയാൾ നിന്റെ അടുത്ത് വരുന്നത്, നീയാണ് അതിൽ വീണും കൊടുക്കും. എന്തായാലും നൂറ പറഞ്ഞ ആ ഒരു പോയിന്റ് കറക്റ്റാണ്. കാരണം ആദില എന്ത് ചെയ്താലും അത് നൂറയും കൂടി എഫക്റ്റ് ചെയ്യും. ഇതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് നൂറയ്ക്ക് സ്പ്രെഡ് ആകും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും സ്പ്രെഡ് ആകും. ആദില അപ്പോൾ നൂറയോട് പറയുന്നത്, ഇതല്ലല്ലോ നീ ആദ്യം പറഞ്ഞത്, അത് പറ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നൂറ പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, പക്ഷെ പറഞ്ഞത് ഇതല്ല, ബേബി എന്നോട് ആക്റ്റീവ് ആകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആക്റ്റീവായത് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല ആക്റ്റീവ് ആവേണ്ടത് എന്ന് നൂറയും പറയുന്നു. ഇന്നലെ ബെഡ്റൂമിൽ ഇരുന്ന് ആദില നൂറയോട് ചോദിച്ചിരുന്നു, ഞാൻ ഇന്നലെ ആക്റ്റീവ് ആയിരുന്നു എന്ന്, അതായത് ആ ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ ആക്റ്റീവ് ആയിരുന്നു എന്ന്. അപ്പോൾ നൂറ പറഞ്ഞു, പിന്നല്ലാതെ ബേബി ആക്റ്റീവാണ്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് നൂറ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആദില ഇത്രയും ആക്റ്റീവായി അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നൂറ ഉദ്ദേശിച്ചതല്ല ആദില മനസ്സിലാക്കിയതും ചെയ്യുന്നതും. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കവും. എന്നിട്ട് നൂറ പറയുന്നത്, ആക്റ്റീവ് ആകുക എന്നാൽ ഓൾ ടൈം ദേഷ്യം കാണിക്കുക എന്നല്ല. അതിന് ആദില പറയുന്ന മറുപടി, ആക്റ്റീവ് ആയപ്പോൾ ഇവിടെയുള്ളവരുടെ ആക്ഷൻസ് എനിക്ക് ഇഷ്ടമാകുന്നില്ല, ഞാൻ പ്രതികരിക്കുന്നത് ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് പോലെ ആകാം. എന്തായാലും ഇത്രയും ദേഷ്യം കാണിക്കുന്നത് നൂറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് ആദിലയോട് പറയുന്നു. ഇനിയും ഇവരെ പോലെ ദേഷ്യം കാണിക്കാൻ പോകുവാണോ എന്നും നൂറ ആദിലയോട് ചോദിക്കുന്നു. അപ്പോൾ അതിന് ആദില പറയുന്നത്, ഞാൻ എൻ്റെ ദേഷ്യം കാണിക്കാൻ വന്നതല്ല ഇവിടെ, അനീഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എനിക്ക് ദേഷ്യം വരും. എന്നെ വിളിച്ചു കൊണ്ടുവന്നത് തർക്കിക്കാനാണോ? വിളിച്ചു കൊണ്ടുവന്നത് എന്ന് പറയുന്നത്, ആദിലയും നൂറയും ആദ്യം ബെഡ്റൂമിൽ ഇരുന്നായിരിക്കും സംസാരിക്കുന്നത്. പിന്നീട് നൂറയ്ക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആദിലേനെ വിളിച്ചുകൊണ്ട് മേക്കപ്പ് റൂമിലേക്ക് വരും. അതാണ് ആദില ഉദ്ദേശിച്ചത്. അപ്പോൾ ആദിലയോട് നൂറ പറയുന്നത്, അനീഷിൻ്റെ സംസ്കാരം ഇങ്ങനെ ആയിരിക്കും, നമ്മളുടെ ഇങ്ങനെയല്ല, എന്നെയും അയാൾ ചൊറിയുന്നുണ്ട്, ബട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. അതെ, ബേബിയെ പോലെ അല്ല ഞാൻ എന്ന് ആദിലയും പറയുന്നു. അപ്പോൾ നൂറ പറയുന്നത്, മറ്റുള്ളവരെ ഡീൽ ചെയ്യാനുള്ള വഴി കണ്ടുപിടിക്കുക, നാളെ വേറെ എനിമി ഉണ്ടാകും. അപ്പോൾ ആദില പറയുന്നത്, അനീഷ് എനിക്ക് അതിന് എനിമിയൊന്നുമല്ല, അയാൾ ഓരോ കാര്യം അനുസരിപ്പിക്കാൻ നോക്കുന്നു, അത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും നാളും ഒരുമിച്ചുണ്ടായിട്ടും എന്നെ മനസ്സിലാക്കാൻ മോൾക്ക് പറ്റിയിട്ടില്ലല്ലോ, അത് ഞാനാണ് പറയേണ്ടതെന്ന് നമ്മുടെ നൂറ ആദിലയോട് പറയുന്നു. എന്തായാലും രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ആദില അനീഷിനോട് ദേഷ്യപ്പെടുന്നത് നൂറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ആദിലയ്ക്ക് പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് നല്ല ബോധ്യം നൂറയ്ക്കുണ്ട്. ആ നെഗറ്റീവ് നൂറയിലേക്കും സ്പ്രെഡ് ആകുമെന്നും നൂറയ്ക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നൂറ ആദിലയെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് ആദിലയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നൂറ ആദിലയോട് പറയുന്നത്, ആക്റ്റീവ് ആകാൻ പറഞ്ഞപ്പോൾ ഡ്രാമ പോലെയാണ് തോന്നുന്നത്, ഇത് ഭയങ്കര വെറുപ്പീരായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊന്നും നൂറ ആദിലയോട് സംസാരിച്ചാൽ കേട്ടിട്ട് പോലുമില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമെങ്കിലും ഇങ്ങനെ വെറുപ്പീരാണ് അല്ലെങ്കിൽ ഡ്രാമയാണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയെങ്കിലും പറഞ്ഞ് ആദിലേനെ മനസ്സിലാക്കാനാണ് നൂറ ശ്രമിക്കുന്നത്. ഈ ഡ്രാമയാണ്, വെറുപ്പീരാണെന്നൊക്കെ കേൾക്കുമ്പോൾ ആദിലയ്ക്ക് വീണ്ടും ദേഷ്യം വരുന്നു. അപ്പോൾ ആദില പറയുന്നത്, വീട്ടിൽ ആങ്കർ കൺട്രോൾ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, അപ്പോൾ ഇവിടെ എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യരുതേ, അക്ബറിൻ്റെ കയ്യിൽ നിന്നും പഠിച്ചത് ഇവിടെ ഇറക്കല്ലേ. ഞാൻ അനീഷിനോട് മാത്രമല്ല ദേഷ്യപ്പെടുന്നത്, അനുമോളോടും ഷാനവാസിനോടും നിന്നോടുമൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. എന്തായാലും ആദിലയ്ക്ക് നൂറ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നൂറ എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന് പോലും ആദില മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല. എന്തായാലും നൂറയുടെ ആ ഒരു ദീർഘവീക്ഷണം ശരിയാണ്. കാരണം ആദിലയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് ഇതുപോലെ നെഗറ്റീവ് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നൂറയെ എഫക്റ്റ് ചെയ്യും. അത് മനസ്സിലാക്കാൻ ആദില ശ്രമിക്കുന്നില്ല, മനസ്സിലാക്കി കൊടുക്കാൻ നൂറ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ രണ്ടുപേരും ഈ ദേഷ്യപ്പെടുന്നതും വഴക്കുണ്ടാക്കുന്നതും എല്ലാം. എന്തായാലും ആദിലയ്ക്ക് പുറത്ത് കുറച്ചധികം ഇപ്പോൾ ഹേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ആവാം ആദിലയ്ക്ക് ഹേറ്റേഴ്സ് കൂടി വരുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.